നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പുതുക്കാട് സെന്ററിൽ KSRTC ബസ് കാറിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാർ എതിർദിശയിലെ ട്രാക്കിലേക്ക് തെറിച്ചു വീണു. തൈക്കാട്ടുശ്ശേരിയിൽ ട്രെയിനിന് നേരെ കല്ലേറ്. പരശുരാം എക്സ്പ്രസിനു നേരെയായിരുന്നു കല്ലേറ്. പറപ്പൂക്കര മുളങ്ങിൽ വളർത്തുനായയിൽ നിന്നും ഒരാൾക്ക് പേവിഷബാധയേറ്റു. പേയിളകിയ നായ ചത്തു. പറപ്പൂക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ആഘോഷിച്ചു. വർണ്ണാഭമായ കാവടി എഴുന്നള്ളിപ്പിൽ പീലിക്കാവടികളും പൂക്കാവടികളും നിറഞ്ഞാടി. CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ്സിൽ 93.60%, 12ാം ക്ലാസ്സിൽ 87.98% വിജയം. ഒമ്പതുങ്ങൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ദ്രവ്യകലശവും നടത്തി. നന്ദിപുരം മാഞ്ഞൂർ കിഴക്കേടത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പുതുക്കാട് സെന്ററിൽ KSRTC ബസ് കാറിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാർ എതിർദിശയിലെ ട്രാക്കിലേക്ക് തെറിച്ചു വീണു. കാറിൽ സഞ്ചരിച്ചിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു. പുതുക്കാട് സെന്ററിൽ KSRTC ബസ് കാർ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാർ എതിർദിശയിലെ ട്രാക്കിലേക്ക് തെറിച്ചു വീണു. കാറിൽ സഞ്ചരിച്ചിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിലാണ് അപകടം ഉണ്ടായത്. കോട്ടയത്ത് നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC സ്വിഫ്റ്റ് ഇതേ ദിശയിൽ മുന്നിൽ സഞ്ചരിക്കുകയായിരുന്ന ഇന്നോവ കാറിൽ ഇടിക്കുകയായിരുന്നു. ചാലക്കുടിയിൽ നിന്നും തൃശൂർ പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗത കുരുക്കുണ്ടായി. കാറിൽ സഞ്ചരിച്ചിരുന്ന മറ്റു 2 യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ കാറിന്റെ പിൻവശം ഭാഗികമായി തകർന്ന നിലയിലാണ്. വാടാനപ്പള്ളി സെന്ററിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശം സുഹൃത്തുക്കളായ 2 പേർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് ഒരാൾ മരിച്ചു. ഒപ്പം യാത്ര ചെയ്തയാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടാനപ്പള്ളി സെന്ററിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശം സുഹൃത്തുക്കളായ 2 പേർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് ഒരാൾ മരിച്ചു. ഒപ്പം യാത്ര ചെയ്തയാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുളങ്ങുന്നത്തുകാവ് വെളപ്പായ സ്വദേശി കൈതാരത്ത് വീട്ടിൽ 18 വയസ്സുള്ള റിച്ചാർഡ് നിക്സനാണ് മരിച്ചത്. സുഹൃത്ത് പുലരിക്കൽ വീട്ടിൽ 18 വയസ്സുള്ള ദേവദത്തിന് പരിക്കേറ്റു. ഇരുവരെയും വടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും റിച്ചാർഡിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടം. തൈക്കാട്ടുശ്ശേരിയിൽ ട്രെയിനിന് നേരെ കല്ലേറ്. പരശുരാം എക്സ്പ്രസിനു നേരെയായിരുന്നു കല്ലേറ്. C1 കോച്ചിലെ ഒരു ജനൽ ചില്ല് തകർന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. സിഗ്നലിനായി ട്രെയിൻ നിർത്തിയിട്ടപ്പോഴാണ് കല്ലേറുണ്ടായത്. റെയിൽവേ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സമീപവാസികളിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തി. ചില്ല് തകർന്നെങ്കിലും ട്രെയിൻ സർവീസ് തുടർന്നു. പറപ്പൂക്കര മുളങ്ങിൽ വളർത്തുനായയിൽ നിന്നും ഒരാൾക്ക് പേവിഷബാധയേറ്റു. പേയിളകിയ നായ ചത്തു. മുളങ്ങ് സ്വദേശി പൂത്തേരി ജിജുവിനാണ് നായയുടെ കടിയേറ്റത്. ഞായറാഴ്ചയാണ് സംഭവം. കുറച്ചു ദിവസമായി അക്രമ സ്വഭാവവും അസ്വസ്ഥതയും നായ പ്രകടിപ്പിച്ചിരുന്നു. ഇതിനിടയിലാണ് ഗൃഹനാഥനെ നായ കടിച്ചത്. ആഴ്ചകൾക്ക് മുൻപ് ഇവിടെ പൂച്ച പേവിഷബാധയെ തുടർന്ന് ചത്തിരുന്നു. കൂട്ടിൽ നിന്നും ഇടയ്ക്ക് പുറത്തേക്ക് തുറന്നു വിടാറുള്ള നായ്ക്ക് തെരുവു നായ്ക്കളിൽ നിന്നാകാം പേവിഷബാധയേറ്റതെന്ന് കരുതുന്നു. നായയുടെ പോസ്റ്റ്മോർട്ടം മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ നടത്തി. തുടർന്നാണ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നായയെ സംസ്കരിച്ചു. പേവിഷബാധയേറ്റ മുളങ്ങ് സ്വദേശി ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി. മറ്റു നായ്ക്കളുമായി സമ്പർക്കമുള്ളതിനാൽ വളർത്തുനായയിൽ നിന്നും മറ്റു നായകൾക്ക് പേവിഷബാധ ഏറ്റിരിക്കുമോ എന്ന ആശങ്കയും ഉണ്ട്. പറപ്പൂക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, നവകം, പഞ്ചഗവ്യം, അഭിഷേകങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു. ഇന്ദിരാവതി പീച്ചിരിക്കൽ മഠം ഭാഗവതം പാരായണം ചെയ്തു.
ഉച്ചയ്ക്ക് വർണ്ണാഭമായ കാവടി എഴുന്നള്ളിപ്പിൽ പീലിക്കാവടികളും പൂക്കാവടികളും നിറഞ്ഞാടി. വിവിധ ദേശക്കാരായ ആളുകളുടെ നേതൃത്വത്തിലാണ് കാവടി എഴുന്നള്ളിപ്പ് നടന്നത്. വൈകിട്ട് നാദസ്വര കച്ചേരി, ഭക്തി പ്രഭാഷണം, ഓംകാരനാഥൻ ബാലെ എന്നിവയും നടന്നു. നിരവധി ആളുകളാണ് ചടങ്ങുകളിൽ പങ്കാളികളായത്. ഒമ്പതുങ്ങൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ദ്രവ്യകലശവും നടത്തി. ക്ഷേത്രം തന്ത്രി ഏറന്നൂർ മനക്കൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം തന്ത്രി ഏറന്നൂർ മനക്കൽ നാരായണൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി തെക്കേമഠം മോഹനൻ എമ്പ്രാന്തിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കലശമാടൽ, പ്രത്യേക പൂജകൾ, നിറമാല, ചുറ്റുവിളക്ക് എന്നിവ ഉണ്ടായിരുന്നു. പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. പ്രതിഷ്ഠാദിനത്തിൽ ഗണപതി ഹോമം, ശ്രീഭൂതബലി, കലശാഭിഷേകം, ഉച്ചപൂജ എന്നിവ നടത്തി. തൃക്കൂർ രാജൻ മാരാർ നയിച്ച പഞ്ചവാദ്യ അകമ്പടിയിൽ എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. പഞ്ചാരി മേളത്തിന് പെരുവനം പ്രകാശൻ മാരാർ പ്രാമാണികനായി. പ്രസിഡന്റ് സന്തനാരംഗൻ സ്വാമി, സെക്രട്ടറി സുനിൽ മാപ്രാണത്ത്, ട്രഷറർ സന്തോഷ് ചിറ്റെടുത്ത്, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ്സിൽ 93.60%, 12ാം ക്ലാസ്സിൽ 87.98% വിജയം. 12ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിജയശതമാനം 0.65% വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം 87.33 ആയിരുന്നു വിജയശതമാനം. 99.91% വിജയത്തോടെ തിരുവനന്തപുരം മേഖലയാണ് മുന്നിൽ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ ക്ലീൻ ഗ്രീൻ ഡേ ആചരിച്ചു. ആദ്യഘട്ടത്തിൽ പ്രധാന പൊതുനിരത്തുകളിലെ അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. സ്ഥാപനതല ശുചീകരണ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു. വിവിധ വാർഡുകളിൽ പഞ്ചായത്ത് അംഗങ്ങൾ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ ക്ലീൻ ഗ്രീൻ ഡേ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. വരും ദിവസങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുന്നതാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലപ്പള്ളി അറിയിച്ചു. കാവന്നൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 33ാം വാർഷികം ആഘോഷിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് വിൽസൺ പഴൂങ്കാരൻ അധ്യക്ഷത വഹിച്ചു. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി ശശി അയ്യഞ്ചര, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, PS പ്രീജു, രാജു കിഴക്കൂടൻ, ജസ്റ്റിൻ കാവല്ലൂർ, KJ ബിജു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ, സ്നേഹവിരുന്ന്, വിവിധ മേഖലയിൽ പ്രവർത്തന മികവ് തെളിയിച്ചവർക്ക് ആദരവ് എന്നിവ സംഘടിപ്പിച്ചു. പുതുക്കാട് കുറുമാലിയിൽ വീട്ടുമുറ്റത്ത് നിന്നും മലമ്പാമ്പിനെ കണ്ടെത്തി. പുതുക്കാട് കുറുമാലിയിൽ വീട്ടുമുറ്റത്തു നിന്നും മലമ്പാമ്പിനെ കണ്ടെത്തി. കരവെട്ട് വീട്ടിൽ പ്രസാദിന്റെ വീട്ടുമുറ്റത്താണ് പാമ്പിനെ കണ്ടെത്തിയത്. ഞായറാഴ്ച രാത്രി 10:30 സംഭവം. വനം വകുപ്പിലെ സ്നേക്ക് റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലം സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. തുടർന്ന് പാമ്പിനെ ഉൾക്കാട്ടിലേക്ക് വിട്ടയച്ചു. 12 അടിയോളം നീളമുള്ള പാമ്പിനെയാണ് കണ്ടെത്തിയത്. മണ്ണിനോടും മഴയോടും വെയിലിനോടും പടപൊരുതിയ ഇഞ്ചക്കുണ്ടിലെ കുടിയേറ്റത്തിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ആലോചനാ യോഗം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഇഞ്ചക്കുണ്ട് പള്ളി വികാരി ഫാദർ സെബിൻ എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റോസ്ലി തോമസ് സന്നിഹിതയായിരുന്നു. വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ചെയർമാനായി ബേബി മാത്യു കാവുങ്ങലിനെയും ജനറൽ കൺവീനറായി റോയ് കാരേക്കാട്ടിലിനെയും തിരഞ്ഞെടുത്തു. പ്രോഗ്രാമുകളുടെ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റി കൺവീനർമാരുടെ തിരഞ്ഞെടുപ്പും നടന്നു. വിവിധ മതസമുദായ രാഷ്ട്രീയ നേതാക്കളും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ഇഞ്ചക്കുണ്ട് ദേശത്തിലെ 75ാം കുടിയേറ്റ വാർഷികം നാനാജാതി മതസ്ഥരുടെ സഹായ സഹകരണത്തോടെ കൊണ്ടാടുവാൻ യോഗം തീരുമാനിച്ചു. ജനറൽ മസ്ദൂർ സംഘം പുതുക്കാട് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു. ജനറൽ മസ്ദൂർ പ്രസിഡന്റ് KT സുധീഷ് അധ്യക്ഷനായി. തൊഴിലാളി സർക്കാർ എന്നവകാശപ്പെട്ട് അധികാരത്തിലെത്തിയ ഇടതു സർക്കാർ സമസ്ത തൊഴിലാളി മേഖലകളെയും ദുരിതത്തിലാഴ്ത്തിയെന്നും സർക്കാർ ജീവനക്കാർക്ക് പോലും DA ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാക്കി ചുമട്ടു തൊഴിലാളികളുടെ തൊഴിൽ എടുത്തു ജീവിക്കാനുള്ള സാഹചര്യം കരിനിയമങ്ങൾക്ക് വിധേയമാക്കി തൊഴിൽ നഷ്ടപ്പെടുന്നതിലേക്ക് എത്തിച്ചുവെന്ന് ജനറൽ മസ്ദൂർ സംഘം നേതാക്കൾ ആരോപിച്ചു. മേഖലാ പ്രസിഡന്റ് വിമൽ കൊരട്ടിക്കാടൻ, സെക്രട്ടറി ഉണ്ണി പുതിയടത്ത്, KS വിനോദ്, MV രാജൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി KT സുധീഷിനെയും
സെക്രട്ടറിയായി KS വിനോദിനെയും ട്രഷററായി MV രാജനെയും അടക്കം 7-അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ് തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 പതിറ്റാണ്ടായി ആ ഒരു സാഹചര്യത്തിന് മങ്ങലേൽക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്നോടും കൂടി നിങ്ങൾക്കറിയാം. ഓരോ കാലഘട്ടത്തിൽ സർക്കാർ ഉണ്ടാക്കുന്ന നിയമ നടപടികളുടെ ഭാഗമായി ഉണ്ടാക്കുന്ന ചില തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിൽ മേഖല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസമാണ്. തൃക്കൂർ സർവോദയ ഹൈസ്കൂളിലെ 1985-86 SSLC ബാച്ചിന്റെ സഹപാഠി സംഗമം നടന്നു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സെന്റ് തോമസ് കോളേജിലെ റിട്ടയേർഡ് അധ്യാപകനുമായ TK പരശുരാമൻ ഉദ്ഘാടനം ചെയ്തു. സിജിമോൾ അബ്രാഹം അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ ഷാജു ഡൊമിനിക്, സിസ്റ്റർ എൽസ ഗ്രേസ്, ഗിരിജൻ അശോകൻ എന്നിവർ പ്രസംഗിച്ചു. ഉടുക്കിൽ പാണ്ടിമേളം റെക്കോർഡ് ചെയ്ത് ഗിന്നസ് റെക്കോർഡിന് അർഹയായ ആദ്യ വനിത സംഗീത ശിവശങ്കറിനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. ഇങ്ങനെ ഒരു ഗ്യാതറിങ് വെച്ചതിനും എന്നെ മീൻസ് അറിയിച്ചതിനും സാറ് പറഞ്ഞ പോലെ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ 12-ാം തീയതി മെയ് 12 ഞാനാണ് പറഞ്ഞത്. മെയ് 12-ാം തീയതി വെക്കുകയാണെങ്കിൽ എനിക്കിത് കൂടാന്ന് അങ്ങനെ ഒത്തിരി ആഗ്രഹിച്ച് കാത്തിരുന്ന് അങ്ങനെ കിട്ടിയൊരു ദിവസമാണ് അന്ന്. പക്ഷേ എനിക്ക് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ BJP മാട്ടുമല ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വാർഡംഗം VB അരുൺ, BJP ജില്ലാ കമ്മിറ്റി അംഗം A ഉണ്ണികൃഷ്ണൻ, മേഖലാ പ്രസിഡന്റ് സവിത സുരേഷ്, ബൂത്ത് പ്രസിഡന്റ് ഷിവോജ്, BJP നേതാക്കളായ PV രഘുനാഥ്, KV ബാബു, രവി മൂക്കുപറമ്പിൽ, CM അഖിൽ, മിഥുൻ എന്നിവർ സന്നിഹിതരായി. നന്ദിപുലം മാഞ്ഞൂർ കിഴക്കേടത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, തുടർന്ന് വിവിധ വിശേഷാൽ പൂജകൾ, ഉച്ചതിരിഞ്ഞ് 3-ന് എഴുന്നള്ളിപ്പ്, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, പൂമൂടൽ എന്നിവയായിരുന്നു പരിപാടികൾ. വിവിധ കലാപരിപാടികളും അരങ്ങേറി. വാർത്തകൾ തുടരുന്നു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും ഫുൾ A+ നേടിയ ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ചായ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും SPC കേഡറ്റുകളെ വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സ്റ്റേഷൻ ISHO M സുജാത പിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു. SPC കേഡറ്റുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും മെഡലുകളും ISHO വിതരണം ചെയ്തു. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ M അഫ്സൽ അധ്യക്ഷത വഹിച്ചു. സബ് ഇൻസ്പെക്ടർ ദാസൻ മുണ്ടയ്ക്കൽ, ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ACPO വിസ്മി വർഗീസ്, രക്ഷിതാക്കളായ പ്രദീപ് പാറയ്ക്കൽ, രബിത മനോജ്, സ്റ്റുഡന്റ് കേഡറ്റ് VM അനുരാജ് എന്നിവർ പ്രസംഗിച്ചു. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ PT ഡേവിസ്, GHSS ചെമ്പൂച്ചിറ SPC ഡ്രിൽ ഇൻസ്ട്രക്ടർ TB ഷിജു, GHSS ചായ്പൻകുഴി SPC ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ KN അജിത് കുമാർ, CPO KP നീതു, ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ സൈമൺ ജോസ്, മുഹമ്മദ് സാലി എന്നിവർ നേതൃത്വം നൽകി. ടീച്ചറുടെ കയറും മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്കുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് അത് ഫോൺ കൊടുത്ത് ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങളുടെ ഏജ് ഒന്നും കൂടി ഒരു 15, 16, 17 വയസ്സാകുമ്പോൾ ഒരു ഇത്തിരി കൂടി സ്വാതന്ത്ര്യം വേണം. പല സ്ഥലത്ത് വരുമ്പോൾ പല ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അത് ഒരിക്കലും നിങ്ങൾ, അതായത് നല്ല കാര്യത്തിനല്ല പറഞ്ഞ്
ചീത്ത കൂട്ടുകെട്ടിലേക്ക് മറ്റുള്ള രീതിയിലേക്ക് പോവാണ്ട് നല്ല രീതിയിൽ പഠിച്ച് +2-ലും A+ വാങ്ങിച്ച് ഇതുപോലെ ഇവിടെ ചടങ്ങ് രീതിയിലും വേറെ എവിടെയെങ്കിലും +2 പരീക്ഷ കഴിഞ്ഞ് ഇതുപോലെ A+ നേടി എവിടെയെങ്കിലും ഇതൊന്നും ഒന്നുമല്ല. നിങ്ങൾക്ക് എൻട്രൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകളുടെ പഠനമുണ്ട്. അതാണ് വലുത്. അപ്പോൾ വിദ്യാഭ്യാസം ഒരിക്കലും ചെറുതല്ല. എന്തും ഇപ്പോൾ 7ാം ക്ലാസ് പാസ്സാകുന്നതും ചെറുതല്ല. അയാൾക്ക് 7ാം ക്ലാസ് മതി എന്ന ചിന്തയുണ്ടെങ്കിൽ ആ 7ാം ക്ലാസ് വലുതാണ് അയാൾക്ക്. ആ സമയത്ത് തന്നെ വേറൊരു വലിയ ഒരു പ്രൊഫഷണൽ കോഴ്സിനെ പഠിച്ച് പാസ്സാകുന്നവരെ നമുക്ക് അത് വലുതാണ്. അപ്പം നമ്മളെടുക്കുന്ന എനർജി, ഏത് സംഭവത്തിലേക്കും നമ്മളെടുക്കുന്ന എനർജിയാണ് നമ്മളെ അതിൽ വലുതാക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ SSLC പരീക്ഷയ്ക്ക് ഈ സമയത്ത് അത് SPSCയുടെ ഭാഗമാക്കി നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ 100% എഫർട്ട് എടുത്തു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ A+ നേടി ഇവിടെ വന്നിരിക്കാൻ പറ്റും. നിങ്ങളെക്കാളും കഴിവുള്ള കുട്ടികൾ A+ നേടിയവരുണ്ടാകാം, ആയിക്കോട്ടെ, അതിനെ പറ്റി പ്രശ്നമേയല്ല. നമ്മൾക്ക് അവരുമായിട്ടല്ല നമ്മൾ മത്സരിക്കുന്നത്. അവരും വരട്ടെ, എല്ലാവരും ഇങ്ങോട്ട് തന്നെ വരട്ടെ എന്ന് ചിന്തിക്കും. ഈ പറഞ്ഞ നമ്മുടെ 10ലെ മാർക്കോ +2ലെ മാർക്കോ ഒന്നുമല്ല, നമുക്ക് ജീവിതത്തിൽ A+ കിട്ടണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. പിന്നെ സാറ് പറഞ്ഞ മാതിരി തന്നെ പേരൻസ് ഇവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കാനായിട്ട് ഇവരെ എന്താ പറയണ അലോ ചെയ്യാം. എല്ലാ കാര്യത്തിലും റെസ്ട്രിക്ഷൻസ് വെച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാക്കാതെ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടമുള്ളൊരു പ്രൊഫഷൻ അതെന്തായാലും അതിൽ നല്ല രീതിയിൽ നിങ്ങൾ മികച്ചു വരാൻ ശ്രമിക്കുക. പിന്നെ എന്താ പറയണ SPC കുട്ടികളാണ്, അതെപ്പോഴും ഓർമ്മയിൽ വേണം. ഇനി +2 ചേരുമ്പോൾ SPCയിൽ ഉണ്ടാവാതിരിക്കാം. എന്നിരുന്നാൽ തന്നെയും അത്യാവശ്യം നിങ്ങൾക്ക് നമ്മുടെ നിയമങ്ങളെക്കുറിച്ചും പുതുക്കാട് നെടുമ്പാൾ കിഴുത്തുള്ളി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് പള്ളിവേട്ട ചൊവ്വാഴ്ച നടക്കും. വലിയ വിളക്ക് ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് കേളി, പറ്റ്, ശ്രീഭൂതബലി, വിളക്കാചാരം, ഇടയ്ക്ക പ്രദക്ഷിണം, മേളം എന്നിവയുണ്ടായി. പള്ളിവേട്ട ദിവസമായ ചൊവ്വാഴ്ച രാവിലെ നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പഞ്ചാരിമേളം, വൈകിട്ട് 4-ന് മലയാറ്റിപ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്നും പൂരം വരവ്, പഞ്ചവാദ്യം, 6:30-ന് ദീപാരാധന, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, 9-ന് പള്ളിവേട്ട, തുടർന്ന് പാണ്ടിമേളം എന്നിവയുണ്ടാകും. പഞ്ചവാദ്യത്തിന് തൃക്കൂർ രാജന്മാരാരും മേളത്തിന് കൊടകര ഉണ്ണിയും നേതൃത്വം നൽകും. ബുധനാഴ്ച രാവിലെ ആറാട്ട്, കൊടിക്കൽപ്പറ എന്നിവയോടെ ഉത്സവത്തിന് സമാപനമാകും. അവിട്ടപ്പിള്ളി ഹിൽ റെസിഡൻസ് അസോസിയേഷന്റെ 7ാം വാർഷികം ആഘോഷിച്ചു. കൊടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാദംബരി എന്ന സന്നദ്ധ സംഘടനയുടെ പ്രകൃതി പഠന പരിപാടിയായ ചിൽഡ്രൻ ഫോർ ക്ലീൻ ആൻഡ് ഗ്രീൻ പ്ലാനറ്റ് സംഘടിപ്പിച്ച വേനലവധി ക്യാമ്പ് സമാപിച്ചു. ഈ വിത്തുകൾ എടുത്തിട്ട് കൈകളുണ്ടാക്കും. ഇപ്പൊ ധാരാളം ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. വൈപ്പിൻ നേരിടുന്ന പുതുക്കാട് മേലൂർ കണ്ടമ്പുഴ കച്ചുരക്കൽ കുടുംബ സംഗമത്തിന്റെ 11ാം വാർഷികം മേലൂർ പള്ളി വികാരി ഫാദർ ടോമി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KM ആന്റു അധ്യക്ഷത വഹിച്ചു. കന്യാവ്രതത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ അനിറ്റ് മരിയയെ ആദരിച്ചു. ഫാദർ മാർട്ടിൻ കച്ചുരക്കൽ, KP ജോസ്, മേജോ ജോണി, സിസ്റ്റർ ശുഭ മരിയ, KM ജോർജ്, KO ഫ്രാങ്കോ, KV പോൾ, KV ജെയിംസ്, KM ഫ്രാൻസിസ്, സുഭാഷ് K ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികൾക്ക് സ്വയം തൊഴിൽ പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കാനും അതുവഴി സംരംഭകരാകാനും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ശില്പശാല നടത്തുന്നു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ട്രെയിനിംഗ് ഹാളിൽ നടത്തുന്ന ശില്പശാലയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 0487233106 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. കല്ലേറ്റുംകര K കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനിയുടെ താൽക്കാലിക ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥിയെ ക്ഷണിക്കുന്നു.
യോഗ്യത ഡിഗ്രിയും 1 വർഷത്തിൽ കുറയാത്ത കമ്പ്യൂട്ടർ ഡിപ്ലോമയും. താൽപര്യമുള്ളവർ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495552751 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53,720 രൂപ. കല്ലൂർ പാലത്തുപറമ്പ് മാളിയേക്കൽ ചെറുശ്ശേരി റപ്പായി ഭാര്യ ത്രേസ്യക്കുട്ടി അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ നടക്കും. റിസ, റെസിന, റിക്സൺ എന്നിവർ മക്കളും വർഗീസ്, ഷാജു, ലിൻഡ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് പാണങ്ങാടൻ പരേതരായ വർക്കിയുടെയും ഷൈനിയുടെയും മകൻ സ്റ്റുവർട്ട് അന്തരിച്ചു. 32 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സഹോദരൻ സഹൻ. വെണ്ടൂർ മരാശ്ശേരി അപ്പു അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 8:30-ന് കൊഴുക്കുള്ളി ഓർമ്മക്കൂട് ശ്മശാനത്തിൽ. ലിജി, അജേഷ് എന്നിവർ മക്കളും വേണു, നീതു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പുതുക്കാട് സെന്ററിൽ KSRTC ബസ് കാറിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാർ എതിർദിശയിലെ ട്രാക്കിലേക്ക് തെറിച്ചു വീണു. തൈക്കാട്ടുശ്ശേരിയിൽ ട്രെയിനിന് നേരെ കല്ലേറ്. പരശുരാം എക്സ്പ്രസിനു നേരെയായിരുന്നു കല്ലേറ്. പറപ്പൂക്കര മുളങ്ങിൽ വളർത്തുനായയിൽ നിന്നും ഒരാൾക്ക് പേവിഷബാധയേറ്റു. പേയിളകിയ നായ ചത്തു. പറപ്പൂക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ആഘോഷിച്ചു. വർണ്ണാഭമായ കാവടി എഴുന്നള്ളിപ്പിൽ പീലിക്കാവടികളും പൂക്കാവടികളും നിറഞ്ഞാടി. CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ്സിൽ 93.60%, 12ാം ക്ലാസ്സിൽ 87.98% വിജയം. ഒമ്പതുങ്ങൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ദ്രവ്യകലശവും നടത്തി. നന്ദിപുരം മാഞ്ഞൂർ കിഴക്കേടത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.